ഹലോ, വെൽക്കം ബാക്ക് ടു എലൈന ആൻഡ് ജിയോ. പ്രത്യേകിച്ച് യാതൊരു ഉദ്ദേശവുമില്ലാതെ എടുക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ. ചെറിയ ചാറ്റൽ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒന്നും മടി പിടിച്ചിരിക്കാനുള്ള നല്ല ടെംപ്റ്റേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞങ്ങൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവാണ്. ഇന്നെനിക്ക് ഓഫാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അന്നയുണ്ട്. ആദ്യം തന്നെ ദോശ കഴിക്കാനാണ് ഞങ്ങൾ പോയത്. എന്താണെന്നറിയില്ല, എൻ്റെ മുഖം ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്. ഒരു ഇഞ്ചി കടിച്ച ലുക്ക് ഉണ്ടല്ലേ. കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഇറങ്ങി തിരിച്ചത് തന്നെ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് നരകഞ്ചി റിസർവിലേക്കാണ്. ഈ നരകഞ്ചി റിസർവ് നമ്മുടെ വീടിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരുടെ ഉള്ളിലും ഒരു കൊച്ചുകുട്ടി ഉറങ്ങിക്കിടക്കാറുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ കൊച്ചുകുട്ടി എഴുന്നേറ്റ ഒരു സമയമായിരുന്നു അത്. ഈ സ്ഥലങ്ങളെല്ലാം മുമ്പ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം ഇതെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തോന്നിപ്പോയി. എന്താണെന്നറിഞ്ഞൂടാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അന്ന്. ഒരു വർക്കിംഗ് ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു അന്നവിടെ. ആകെ കൂടി കേൾക്കാനുണ്ടായിരുന്നത് കിളികളുടെ സൗണ്ടും പിന്നെ അതുപോലെ അവിടുത്തെ വാട്ടർ ഫൗണ്ടൻ്റെ സൗണ്ടും മാത്രമായിരുന്നു. ഇവിടെ പിക്നിക്കുകൾ മാത്രമല്ല, വെഡ്ഡിങ്ങുകളും ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അതുമാത്രമല്ല, ഇതോടടുത്ത് തന്നെ ഒരു കോൺഫറൻസ് ഹോളും ഉണ്ടായിരുന്നു. ഈ കോൺഫറൻസ് ഹോളിലായിരുന്നു പണ്ട് അന്നയ്ക്ക് ഒരു ബ്ലാക്ക് ടൗൺ കൗൺസിലിൻ്റെ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അന്നയുടെ ഇയർ 12 ഫോർമൽ ഇവിടെ നിന്നായിരുന്നു എല്ലാ കുട്ടികളും ഒരുങ്ങി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണെന്ന് തോന്നുന്നു ഇവിടത്തെ കൊക്ക്. ഒറ്റക്കാലിൽ നിൽക്കുന്നത് കണ്ടില്ലേ? കാറ്റത്ത് മരത്തിൻ്റെ ഇലകൾ അനങ്ങുന്നത് പോലും കാണാനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യം എന്തിൽ വേണമെങ്കിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത് എത്ര ശരിയാ.